പ്രിയ സുഹൃത്തെ, പല കണക്കുകളും പറയുന്നത് ഇപ്പോൾ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മിക്കവരും തന്നെ, അതായത് ഏകദേശം ഒരു 90% ആൾക്കാരും 5 വർഷം പൂർത്തീകരിക്കാറില്ല എന്നാണ് പറയുന്നത്. ശരിക്കും SIP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് രീതിയിൽ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്നത് എന്നത് നമുക്കൊരു ഡേറ്റനെ ബേസ് ചെയ്ത് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. Once again, welcome back to the Tomicha Tips, powered by Dice Academy. My name is Primson Dice. ടോമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ വരച്ച ദൈവത്തിന് നന്ദി. ഇതിനു മുൻപ് പല വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ SIP പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു മാക്സിമം ബെനിഫിറ്റ് വേണമെങ്കിൽ എത്രത്തോളം ലോങ്ങർ ടൈമിലേക്ക് കൊണ്ടുപോകുന്നോ അത്രത്തോളം ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുമെന്ന്. അപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു കണക്ക്, അതായത് SIP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇപ്പോൾ 150 TRI, അതായത് മിഡ് ക്യാപ്പിലുള്ള 150 കമ്പനികളുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2005 ഏപ്രിൽ 1 തുടങ്ങി ഒരു വ്യക്തി ഒരു SIP സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ 2024 ആകുമ്പോഴേക്കും ഏകദേശം 19 വർഷത്തോളമായി. ഈ 19 വർഷം ഈ SIP എങ്ങനെയാണ് വളർന്നത്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഇയർ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 1,20,000 രൂപ, അതായത് 10,000 രൂപ വെച്ച് 12 മാസം കൊണ്ട് 1,20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വർഷം വളരെ മാസീവായിട്ടുള്ള ഒരു ഗ്രോത്താണ് മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 85% റിട്ടേൺ ആണ് ആ വർഷം കൊടുത്തത്. ആ 1,20,000 രൂപ 1,20,000 1,70,000 രൂപയായിട്ട്, അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 50,000-ലധികം പ്രോഫിറ്റായിട്ട് മാറി. ഇനി അടുത്ത വർഷം നോക്കുന്ന സമയത്ത് 2,40,000 ഇൻവെസ്റ്റ് ചെയ്ത് 2,92,000 രൂപയായി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് റിട്ടേൺ അറൗണ്ട് 20% ആണ്. പിന്നെ മൂന്നാമത്തെ വർഷം 3.6 ലാക്ക് 4.66 ലാക്കായി, അറൗണ്ട് 17.5 ലാക്കാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 2009, അതായത് ഇപ്പം നമുക്കറിയാം 2008 ജാനുവരിയോടുകൂടിയാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി 2009 മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ക്രാഷ് വന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഏകദേശം 4,66,000 രൂപ ഉണ്ടായിരുന്നത്, ആ സമയത്ത് മാർക്കറ്റ് ഇടിച്ച സമയത്ത് അത് 3,30,000 രൂപ. അതിനിടക്ക് 1,20,000 രൂപ കൂടി എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തു. അതും ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3,30,000 രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം 17.5% റിട്ടേൺ ഉണ്ടായിരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 17.8 മൈനസ് റിട്ടേൺ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് നമ്മൾ പാനിക്കായിട്ട് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും മിനിമം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ്ട്രാ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. അടുത്ത വർഷം ആയപ്പോഴേക്കും ഇവിടെ 1,20,000 കൂടി എക്സ്ട്രാ അടച്ചു. ഇവിടെ 3,30,000 രൂപ ഉണ്ടായിരുന്നത് ഒരു വർഷത്തിനുള്ളിൽ അത് 9,38,000 രൂപ, അതായത് ഏകദേശം 6 ലക്ഷം രൂപയോളം എക്സ്ട്രാ ഇവിടെ വാല്യൂവിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് -17% ഉണ്ടായിരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 18% പോസിറ്റീവ് റിട്ടേൺസ് തരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അടുത്ത വർഷം ഏകദേശം ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ചെറിയൊരു ഗ്രോത്ത് എല്ലാം വന്ന് ആവറേജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 13.9% റിട്ടേൺ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി അപ്പോൾ ഈ ഒരു ഫേസിനെ ഇൻവെസ്റ്റിംഗ് ഫേസ്, അതായത് നമുക്ക് ഇവിടെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ റിട്ടേൺസ് ആയിരിക്കും, പക്ഷേ എമൗണ്ട് വൈസിൽ അത്രയ്ക്കും വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റിംഗ് ഫേസിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ 2012 തുടങ്ങി 2014 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ്,
അതായത് ഇപ്പോൾ നമ്മളിപ്പോഴും മാർക്കറ്റിൽ ഏത് സമയമാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ 7ാമത്തെ വർഷം തുടങ്ങി 9ാമത്തെ വർഷം വരെയുള്ള ആ ഒരു വർഷത്തിൽ അത്രയ്ക്കും വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ, അതായത് ഇവിടെ 9%, 8%, 10% ഒക്കെ ആവറേജ് റിട്ടേൺ ആണ് ഈ ടൈമിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൺസോൾട്ടേഷൻ. മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോ ചെയ്യുന്നുണ്ട്, എന്നാൽ വലിയ രീതിയിലുള്ള ഈവൻ ചിലപ്പോൾ നമുക്ക് ബാങ്ക് FDയുടെ പോലെ റിട്ടേൺ പോലും ആ ഒരു വർഷങ്ങളിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ ലെവലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ 10ാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 12 ലക്ഷം രൂപ അതിനുശേഷം ആ ഒരു മൂവ്മെൻറ്റ് വീണ്ടും മാർക്കറ്റ് റിക്കവർ ചെയ്തു. ഇവിടെ 16% റിട്ടേൺ ആയി. 12 ലക്ഷം രൂപ ഓൾമോസ്റ്റ് 21 ലക്ഷം രൂപ ഇവിടെ. അതിനുശേഷം ഇങ്ങനെ പതുക്കെ ഗ്രോ ചെയ്ത് 2020 ആയ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്നു മാർക്കറ്റിൽ വലിയ ക്രാഷ് വന്ന സമയത്ത് ഇവിടെ 51 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് 36 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞിരുന്നു. ഇനി ആ സമയത്തും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാനിക്കായിട്ട് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നമുക്ക് നഷ്ടം. ഇങ്ങനത്തെ സിനാരിയോ മാർക്കറ്റിൽ ഉണ്ടാവുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൈൻഡെല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത്. പിന്നെ അടുത്ത വർഷം കഴിഞ്ഞപ്പോഴും, അതായത് ഇവിടെ 36 ലക്ഷം രൂപയെങ്കിൽ അടുത്ത വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ആ 36 ലക്ഷം രൂപ 75 ലക്ഷം രൂപയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടു 3,30,000 രൂപ 4,66,000 രൂപ 3,30,000 രൂപയായിട്ട് കുറഞ്ഞെങ്കിലും അടുത്ത വർഷം കഴിയുമ്പോഴേക്കും അത് 9,38,000 രൂപയായിട്ട് കൂടിയെന്ന്. ഇതുപോലെ തന്നെ ഇവിടെ 51 ലക്ഷം രൂപ 36 ലക്ഷം രൂപയും അതിനുശേഷം 36 ലക്ഷം രൂപ നേരെ അത് 75 ലക്ഷം രൂപയിലേക്കാണ് ഗ്രോ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഇപ്പോൾ 1 ഇയറിലുള്ള വ്യത്യാസം നമ്മൾ ഒന്ന് നോക്കുക. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 18ാമത്തെ വർഷത്തിൽ 21,60,000 രൂപ ഉള്ളത് ഓൾമോസ്റ്റ് 1 കോടി രൂപ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ നമുക്കറിയാം 1,11,000 രൂപയാണ് ഇവിടെ എക്സ്ട്രാ അടച്ചേക്കണം. കാരണം 12 മാസം കംപ്ലീറ്റ് ആയ കണക്കല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 1,10,000 രൂപ എക്സ്ട്രാ അടച്ച സമയത്ത് ടോട്ടൽ വാല്യുവേഷനിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് തലേ മാസമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SIP പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, കാരണം ഇവിടെയാണ് ശരിക്കും വെൽത്ത് ജനറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മിനിമം ഒരു 10 വർഷമൊക്കെ കഴിയുന്ന സമയത്താണ് SIP പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ്ങർ ടൈമിലേക്ക് കൊണ്ടുപോകുക. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ മാർക്കറ്റിൻ്റെതായ പ്രശ്നം കൊണ്ട് നമ്മുടെ വാല്യുവേഷൻ താഴെ കിടക്കാവുന്ന സിറ്റുവേഷൻ വരാം. ഇനി ചിലപ്പോൾ മറ്റു ഫണ്ടുകൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ട് പെർഫോം ചെയ്യാത്ത സിറ്റുവേഷനും വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ലോങ്ങർ ടൈമിൽ അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ആഴ്ചകളും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായി തൊമിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.